UDF നേതൃത്വം സ്വാഭാവികമായും ക്രൈസ്തവ സഭകൾ അകന്നു പോകുന്നതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ലീഗ് തന്നെ മുൻകൈയെടുത്ത് ആ സഭകളെ ഒപ്പം നിർത്താൻ പോവുകയാണ്. റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗും അതാണ്. UDFനെ ചേർത്ത് നിർത്താൻ ക്രൈസ്തവ സഭകൾ. സർക്കാർ നിലപാടുകളിലെ അതൃപ്തിയാണ് നിലപാട് മാറ്റത്തിന് കാരണം. മുനമ്പവും വനനിയമ ഭേദഗതിയും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സഭകളുടെ പരിപാടികളിലേക്ക് UDF നേതാക്കൾക്ക് തുടർച്ചയായ ക്ഷണവുമുണ്ട്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുകയാണോ? നേരത്തെ കേരള കോൺഗ്രസ് മാണിയുടെ വരവോടുകൂടി കോട്ടയത്തെങ്കിലും ക്രൈസ്തവ സഭകളുമേൽ ഒരു ആധിപത്യം നേടാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും ഇടതുപക്ഷം കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ വനനിയമമടക്കമുള്ള വിഷയങ്ങൾ, അതേപോലെ മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ, പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം സഭയ്ക്കുള്ളതാണോ ഈ നിലപാട് മാറ്റത്തിന് കാരണം? ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ ഭവനത്തിലേക്ക് ക്രിസ്തീയ പുരോഹിതന്മാർ വരുന്നു, ഒരുമിച്ച് കേക്ക് മുറിക്കുന്നു. ഇതൊക്കെ UDF ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തുന്നു. അങ്ങനൊരു നീക്കമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ 4 വർഷക്കാലമായി സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് നമുക്കറിയാം, വിഴിഞ്ഞത്ത് വലിയ പ്രതിഷേധം നടന്നപ്പോൾ അത് പരിഹരിക്കാൻ മുൻകൈയെടുത്തത് മലങ്കര സഭ KCBCയുടെ അധ്യക്ഷനായ ക്ലിമിസ് ബാവയാണ്. ക്ലിമിസ് ബാവയുടെ മുൻകൈയിലാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അങ്ങനെ തുടങ്ങി സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ഒരേ സൗഹൃദം കാത്തു സൂക്ഷിച്ചാണ് മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് ബാവ മുന്നോട്ട് പോയത്. KCBCയുടെ അധ്യക്ഷൻ കൂടിയാണ്. അങ്ങനെ കത്തോലിക്ക സഭ സർക്കാരിനൊപ്പം ദീർഘകാലമായി നിൽക്കുന്നു. പക്ഷേ ഏറ്റവും അടുത്തായി മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിൽ അതൃപ്തിയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ വനനിയമത്തിലെ പുതിയ കർക്കശമായ ചില നിലപാടുകൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്നത്, അതിൽ മലയോര മേഖലയിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിനൊപ്പമാണ് സഭ സർക്കാരിൽ അതൃപ്തി. സഭയുടെ ആ പ്രതിഷേധം അറിയിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ടാണ്. അങ്ങനെ ആ ഒരു പ്രതിഷേധം, സഭയുടെ പ്രതിഷേധം, ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടും ആ നിലപാടിൽ സർക്കാർ മയപ്പെടുത്തുന്നില്ല. ഇപ്പോഴും സഭയുടെ പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ സഭ പരാതിയെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരാതികളായിട്ടുള്ളത് മുനമ്പം വിഷയവും വനനിയമവുമാണ്. അതുകൊണ്ട് തന്നെ ഇനി LDFിലുള്ള പ്രതീക്ഷ പൂർണ്ണമായും സഭകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് UDFുമായി ചേർന്ന് നിൽക്കാനുള്ള ആലോചനയിലേക്ക് ക്രൈസ്തവ സഭകൾ മാറുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികളിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കളെ, UDFിന്റെ നേതാക്കളെ ക്ഷണിക്കുന്നു. ഒപ്പം UDF നേതാക്കളുമായി തുടർച്ചയായി ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നു. ഏതായാലും UDFിനൊപ്പം സഭകൾ ചേർന്ന് നിൽക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. UDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സഭകളുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ഓരോ രൂപതകളുമായി അവർക്ക് ബന്ധമുള്ള നേതാക്കൾ അവർ നേരിട്ട് ആശയവിനിമയം നടത്തി മറ്റു നേതാക്കളുമായി ഈ കാര്യം ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ UDFിൽ ഒരു ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏറ്റവും നിർണായക നീക്കങ്ങളാണ് UDF ക്യാമ്പിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇപ്പോൾ നടത്തുന്നത്. സഭകളെ ഒപ്പം നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് UDFിന്.